നമുക്കിന്നൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് മുട്ട ഗ്രേവി തയ്യാറാക്കിയാലോ. അതിന് ആവശ്യത്തിന് എണ്ണ ചേർത്തു, അതിലോട്ട് ഗ്രാമ്പു, ഏലക്ക, കറുകപ്പട്ട, വലിയ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കതിലോട്ടൊരു 3 സവാള കുത്തി അരിഞ്ഞതാണ്, പൊടിപ്പൊടിയായിട്ട് കുത്തി അരിഞ്ഞ സവാളയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി വരാം. ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് 3 തക്കാളിയും കുറച്ച് മല്ലിച്ചപ്പും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ സവാള ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. നന്നായി ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് 2 പച്ചമുളക് നടുവേ കീറിയിട്ടതാണ്, അതും കൂടെ ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ആ അരപ്പും കൂടി ഒന്ന് ചേർത്ത് നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് മസാലയായ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ചൂടുവെള്ളം അതിലോട്ട് ഒഴിച്ചിരിക്കുന്നത്. ഇനി ചൂടുവെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായി തിള വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട 4 കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്, എത്ര വേണമെങ്കിലും ചേർക്കാം. മുട്ടയും നന്നായിട്ടൊന്ന് ചേർത്ത് ഒരു 2 മിനിറ്റത്തോളം ഒന്ന് നമുക്ക് വെച്ചേക്കുന്നു. ഒരു ചൂടായി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേവിയൊക്കെ കുറുകി നന്നായി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടെ വിതറി നമുക്ക് വിളമ്പാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ